റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 3ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് വന്ന ആക്ടിവിറ്റി എന്താണ്? യോജിപ്പിക്കാം എന്നാണ്. സാധാരണ എല്ലാ പരീക്ഷയ്ക്കും വരാറുള്ളതാണ്. ആദ്യ ഭാഗത്ത് ഇവിടെ ഒരു 6 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് എഴുതാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അതിൻ്റെ ആൻസറുകൾ എഴുതാനുള്ള സ്ഥലമുണ്ട്. ആൻസറുകൾ ഉത്തരങ്ങൾ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളും അതുപോലെ ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഈ ഉത്തരങ്ങൾ എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് എഴുതാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? അതിഥികളെ ആദരിക്കൽ. അതിൻ്റെ നമുക്ക് ആൻസറുകൾ നോക്കാം. ഇതൊക്കെ എന്താ? സ്നേഹിക്കണം, സാമ്പത്തിക പ്രയാസം, ഖുറാസാനിലാണ്, വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി, ഈമാനിൻ്റെ ഭാഗമാണ്, ഫല്യുക്രിം ലൈഫഹു എന്നൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ചോദ്യോത്തരങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ ആൻസറുകൾ നമ്മുടെ മനസ്സിൽ വരും. അതിഥികളെ ആദരിക്കൽ എന്താണ്? ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ എഴുതാം. അതിഥികളെ ആദരിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തത് അബ്ദുല്ലാഹിബിനുൽ മുബാറക്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും യോജിക്കുന്നത് ഖുറാസാനിൽ ജീവിച്ചിരുന്ന ഒരു മഹാനെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ അല്ലേ? ഖുറാസാനിൽ എന്നിവിടെ എഴുതാം. അബ്ദുല്ലാഹിബിനുൽ മുബാറക് ഖുറാസാനിൽ. മൂന്നാമത്തത് അയൽവാസികളെ എന്ത് ചെയ്യണം? അയൽവാസികളെ എന്താണ് അതിൻ്റെ ആൻസർ? മൂന്നാമത്തത് അയൽവാസികളെ സ്നേഹിക്കണം. അപ്പോൾ സ്നേഹിക്കണം എന്ന് ഇവിടെ എഴുതാം. അയൽവാസികളെ സ്നേഹിക്കണം, അതാണ് അതിനോട് യോജിക്കുന്നത്. നാലാമത്തത് എന്താ? ജൂതൻ തൻ്റെ വീട് വിൽപ്പനയ്ക്ക് വെക്കാൻ കാരണം എന്താണ്? വീട് വിൽപ്പനയ്ക്ക് വെക്കാൻ കാരണം ഇതാണ് നാലാമത്തേൻ്റെ ഉത്തരം, സാമ്പത്തിക പ്രയാസം. അപ്പോൾ ജൂതൻ തൻ്റെ വീട് വിൽപ്പനയ്ക്ക് വെക്കാൻ കാരണം സാമ്പത്തിക പ്രയാസം എന്നുള്ളതാണ് യോജിക്കുന്നത്. അഞ്ചാമത്തത് മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി എന്താണ് അതിനോട് യോജിക്കുന്നത്? ഫല്യുക്രിം ലൈഫഹു എന്നാണ്. അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്, ഫല്യുക്രിം ലൈഫഹു. ഇനി ആറാമത്തത് ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ ഡാഷ്. ഏതാണ് അത്? ഇതാണ് ആറാമത്തേൻ്റെ ഉത്തരം. ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി എന്നാണ്. ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ പൂർത്തീകരിക്കാം, യോജിപ്പിക്കാം. ഇനി ഇവിടെ രണ്ടാമതൊരു ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് വേർതിരിക്കാം എന്നാണ്. അത് എന്തൊക്കെയാണ് വേർതിരിക്കേണ്ടത്? ഒന്ന് കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളാണ്, മറ്റൊന്ന് കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളാണ്. രണ്ടും ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആയുസ് കൂടും, കുടുംബക്കാരെ സൽക്കരിക്കുക, റിസ്ക് വിശാലമാകും, കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്യുക, പിന്നെ കുടുംബക്കാർക്ക് ഹദിയ നൽകുക, പിന്നെ സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, പിന്നെ രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ ഈ ഭാഗത്ത് എടുത്തെഴുതാം. പിന്നെ അതുപോലെ തന്നെ കുടുംബബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങൾ ഇതെന്ന് എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് എഴുതാം. അതിൽ ഒന്നാമത്തത് എന്താണ്? ആയുസ് കൂടുന്നതാണ്. ഞാൻ അതിൻ്റെ ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് 1 ഇട്ട് വെക്കുകയാണ്. ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്. അപ്പോൾ അതിൽ ആയുസ് കൂടുന്നുള്ളത് എന്താണ്? അത് കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളാണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് ഇവിടേക്ക് എഴുതാം. ഇവിടെ 1 ആയുസ് കൂടും എന്നിവിടെ വേണം. ഇനി രണ്ടാമത്തെ എന്താ? കുടുംബക്കാരെ സൽക്കരിക്കുക എന്നുള്ളതാണ്. അതെന്താണ്? അത് കുടുംബബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളാണല്ലേ? അത് 2 എന്താണ്? കുടുംബക്കാരെ സൽക്കരിക്കുക, അതിവിടെ എഴുതാം. ഇനി മൂന്നാമത്തത് എന്താണ്? റിസ്ക് വിശാലമാകുന്നതാണ്. അതെന്താണ്? അത് 1 അഥവാ കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിലാണ്. അപ്പോൾ ഇവിടെ റിസ്ക് വിശാലമാകും എന്നെഴുതാം.
ഇനി അടുത്തത് കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ്. അതെന്താണ്? രണ്ടാമത്തത്, അഥവാ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ വരിയിൽ കുടുംബക്കാർക്ക് ഹദിയ നൽകുക. അത് എന്താണ്? കുടുംബബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളാണ്. കുടുംബക്കാർക്ക് ഹദിയ നൽകുക. ഞാനത് കംപ്ലീറ്റ് ഇവിടെ ഇതിനുള്ള അതിനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതിനില്ല. ഇനി അടുത്തത് എന്താ? സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും. അതെന്താണ്? അത് ഒന്നാമത്തേലാണ് എഴുതേണ്ടത്. എന്ത്? കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിലാണ് എഴുതേണ്ടത്. അപ്പോൾ സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും എന്നുള്ളത് കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളാണ്. ഇനി ബാക്കിയുള്ളതൊന്നും കൂടിയാണ്. രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക. അത് രണ്ടാമത്തേതാണ്, അഥവാ കുടുംബബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളാണ്. അത് ഈ ഭാഗത്താണ് എഴുതേണ്ടത്. ഞാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് എഴുതണില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ പുസ്തകത്തിൽ 4-ാമത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ 4-5 പേജുകളിലൊക്കെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ വേർതിരിച്ച് എഴുതാനൊക്കെ ഇതുപോലത്തെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി 3-ാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അതിലൊരു 4 ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തെ ചോദ്യം എന്താണ്? അയൽവാസി ഏത് മതവിശ്വാസിയായാലും നാം ഗുണം ഡാഷ്. എന്താണ് അവിടെ ചേർക്കേണ്ടത്? മാത്രം ചെയ്യണം എന്നാണ്. മാത്രം ചെയ്യണം. അപ്പോൾ അതെങ്ങനെ പൂർത്തീകരിക്കാം? അയൽവാസി ഏത് മതവിശ്വാസിയായാലും നാം ഗുണം മാത്രം ചെയ്യണം എന്നാവും. രണ്ടാമത്തത് എന്താ? വിരുന്നുകാർക്കായി വിഭവമൊരുക്കാൻ വീട്ടുകാർക്ക് ഡാഷ്. നമ്മളൊരു പാട്ട് പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ ആവേശം എന്നാണ് ഇവിടെ വേണ്ടത്. വിരുന്നുകാർക്കായി വിഭവമൊരുക്കാൻ വീട്ടുകാർക്ക് ആവേശം. പിന്നെ അടുത്തൊരു വരിയും ആ പാട്ടിലുള്ള തന്നെയാണ്. വിരുന്നുകാരാൽ ബറക്കത്തൊഴുകും വീട്ടിൽ എന്നത് സന്തോഷം എന്നാണ് അടുത്ത വരിയിൽ വേണ്ടത്. അപ്പോൾ അത് പൂർത്തിയായി. സന്തോഷം. പിന്നെ വിരുന്നുകാരാൽ ബർക്കത്തൊഴുകും വീട്ടിൽ എന്നത് സന്തോഷം. അങ്ങനായി. 4-മത്തേത് കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂലിനും എന്താണ്? വലിയ ഇഷ്ടമാണ്. അല്ലെങ്കിൽ അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വലിയ ഇഷ്ടമാണ് എന്ന്. അപ്പോൾ ഇഷ്ടമാണ് എന്നാണ് ഇവിടെ ചേർക്കാനുള്ളത്. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആക്കാം. ഇനി 4-മത്തേത് ഉത്തരം എഴുതാം. അതിൽ 2 ചോദ്യങ്ങളുണ്ട് ഇവിടെ. എന്താണ്? ഒന്ന്, കുടുംബക്കാർ ആരാണ് എന്നാണ്. ആരാണ് കുടുംബക്കാർ? അതവിടെ എഴുതിയാൽ അതിൻ്റെ ഉത്തരമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ അല്ലേ? ആരാണ് കുടുംബക്കാർ? നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ്. അങ്ങനെ എഴുതാം. 2-മത്തെ ചോദ്യം ഇവിടെ എന്താ? ആരാണ് നമ്മുടെ അയൽവാസികൾ? അത് രണ്ടും കുടുംബക്കാർ ആരാണ്, അയൽവാസികൾ ആരാണ് എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. അതിൻ്റെ ഉത്തരം എന്താ? നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ, അവരാണ് നമ്മുടെ അയൽവാസികൾ. നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ എന്നെഴുതാം. ഇനി 5-മത്തെ ആക്ടിവിറ്റി 3 എണ്ണം വീതം എഴുതാം എന്നാണ്. 3 എണ്ണം വീതം എഴുതാം. അതിൽ 1-മത്തെ ചോദ്യം എന്താണ്? അയൽവാസികളോടുള്ള കടമകൾ. അയൽവാസികളോടുള്ള കടമകളിൽ നിന്ന് 3 എണ്ണം എഴുതാനാണ്. അത് നമ്മൾ 2-മത്തെ പാഠത്തിലല്ലേ, അഥവാ 8-മത്തെ പേജിൽ അവസാനം ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അവരുടെ കുറവുകൾ മറച്ചു വെക്കുക. ഈ പറഞ്ഞതൊക്കെ അയൽവാസികളോടുള്ള കടമകളാണ്. അതിലിവിടെ 3 എണ്ണം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ 1 വീതം എഴുതാമെന്ന് പറഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ 2 എണ്ണം വീതം എഴുതാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാം. ഞാനിവിടെ അതിൽ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും എഴുതാം. ഞാൻ എളുപ്പമുള്ള 2 എണ്ണം 2-3 എണ്ണം എഴുതാണ്. ഞാനിവിടെ 3 എണ്ണം എഴുതി. 1 എഴുതിയത് അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നാണ്. 2-മത് അവരെ ബഹുമാനിക്കുക. 3-മത്തത് അവർക്ക് ഗുണം ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഏതും ഇഷ്ടമുള്ളത് ഏതും എഴുതാം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാൽ ഇവിടെ 2-മതൊരു ചോദ്യം വന്നാൽ എന്താണ്? വിരുന്നിൻ്റെ മര്യാദകളാണ്. വിരുന്നിൻ്റെ മര്യാദകൾ അത് നമ്മൾ തൊട്ടടുത്ത പാഠം, അഥവാ 3-മത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. വിരുന്നിൻ്റെ മര്യാദകൾ
അതേ ഹെഡിങ്ങിൽ എന്തൊക്കെ പഠിച്ചു? പ്രസന്ന ഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണം, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം, വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം, അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം, വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം, അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം, വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഏതെങ്കിലും 3 എഴുതാം. ഞാനിവിടെ 3 എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് പ്രസന്ന ഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണമെന്നാണ്. രണ്ടാമത്തേത് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. മൂന്നാമത്തേത് വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാൽ പിന്നെ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് എഴുതാം. ഏറ്റവും എളുപ്പമുള്ളത് എഴുതാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. പഠിക്കുമ്പോൾ എല്ലാതും കൃത്യമായി പഠിച്ചു വെക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.